ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുർആൻ പഠനം. സൂറത്തുൽ ഇൻഷിഖാഖിന്റെ 1-ാം ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ സഹായകമാകുന്ന രീതിയിൽ ഉള്ള പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ നിന്ന് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാം. ധാരാളം ഭാഗങ്ങൾ നേരത്തെ പലതരം കിതാബുകളുടെയും മനഃശാസ്ത്ര പഠനത്തിലെയും ധാരാളം പഠനങ്ങൾ വീഡിയോകളായി വന്നിട്ടുണ്ട്. ഉപയോഗിക്കാവുന്നതാണ്. അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്ക് ഷെയർ ചെയ്ത് കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ഉദ്ധരണി കണ്ടുകൊണ്ട് ഖുർആനിന്റെയും തഫ്സീറിന്റെയും ഭാഗങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പഠനത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من أوتي كتابه بيمينه فأما من അമ്മ എന്ന് പറയുമ്പോൾ ഫ ഒക്കെ അതിന്റെ ഉച്ചാരണം, അതിന്റെ ഭാഗങ്ങളൊക്കെ, അതിന്റെ വിശദീകരണങ്ങളൊക്കെ പലപ്പോഴായി വന്നിട്ടുണ്ട്. ഫ അപ്പോൾ എന്നർത്ഥം വരുന്ന ഭാഗമാണത്. അമ്മ അമ്മ എന്നതും ഒരു തുടക്കത്തിൽ ഒരു വിഷയം വിശദീകരിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്തുള്ള ഒരു പ്രയോഗമാണ്. മൻ ഒരാൾ, അറബിയിൽ അതിന് മൗസൂല എന്ന് പറയും. ഹു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമല്ലോ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ. അതിലെ അർത്ഥത്തിൽ ആരാണ് വന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ഫമാമൻ ഊത്തിയ നൽകപ്പെട്ട, അത്ത അല്ലെങ്കിൽ ആത്ത ഊത്തിയ നൽകപ്പെട്ട, കിതാബഹു അവന്റെ കിതാബ് നൽകപ്പെട്ട, ബി യമീനിഹി യമീൻ എന്ന് പറഞ്ഞാൽ വലത്തേക്ക്, ബി യമീനി എന്ന് പറഞ്ഞാൽ വലത്തേ കയ്യിൽ, ഹി അവന്റെ വലത്തേ കയ്യിൽ കിതാബ് നൽകപ്പെട്ടത് ആരോ. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ ഫസൗഫ യുഹാസബു എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യപ്പെടും. സൗഫ എന്ന് പറഞ്ഞാൽ പിന്നീട്, ഫ അപ്പോൾ, ഫസൗഫ യുഹാസബു അപ്പോൾ അവന് വിചാരണ ചെയ്യപ്പെടും. ഹിസാബൻ യസീറൻ വളരെ, ഹിസാബ് എന്ന് പറഞ്ഞാൽ ഒരു വിചാരണ, യസീർ വളരെ ലഘുവായ, വളരെ ചെറിയ രീതിയിലുള്ള ഒരു വിചാരണ മാത്രം അവരെ വിചാരണ ചെയ്യും. അത് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു വിചാരണ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന സൽക്രമത്തിന്റെ വക്താക്കളായ ആൾക്കാർ അവർ രക്ഷപ്പെട്ടവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, തഫ്സീർ തുബരിയിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള തഫ്സീറാണ്. സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. അല്ലാഹുമ്മ അല്ലാഹുവേ, ഹാസിബിനി എനിക്ക് ഹിസാബ് തരണേ, ഹിസാബൻ യസീറായിട്ടുള്ള ഹിസാബ്, വളരെ ഹ്രസ്വമായിട്ടുള്ള ഹിസാബ് തരണേ. ഖുൽതു യാ റസൂലല്ലാഹ്, ആയിഷ പറയാൻ ഞാൻ ചോദിച്ചു, നബിയെ, മൽ ഹിസാബുൽ യസീർ, എന്താണ് ഈ ഹിസാബുൽ യസീർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഹ്രസ്വ വിചാരണ? ഖാല അൻ യുൻദറ ഫീ സയ്യിആതിഹി ഫയുതജാവസു അൻഹു. അൻ യുൻദറ ചെറിയ ഒരു അനലൈസിങ് നടക്കും, ഒരു ചെറിയൊരു വിലയിരുത്തൽ. ഫീ സയ്യിആതിഹി അവരുടെ സയ്യിആത്ത് അഥവാ നന്മയല്ലാത്ത തിന്മയായ കാര്യങ്ങൾ. ഫയുതജാവസ് എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്യുള്ളൂ. കാരണം ഇന്നഹു തീർച്ചയായും, മൻ നുഖിഷ ആരെ വളരെ വിശാല വിചാരണ ആർക്കാണോ നടക്കുന്നത്, ചർവണം എന്ന് പറയില്ലേ, ചിക്കിച്ചികഞ്ഞുള്ള ഒരു വിചാരണ, അൽ ഹിസാബ് വളരെ സൂക്ഷ്മമായി ആർക്കാണോ നടത്തപ്പെടുന്നത്, യൗമൈദിൻ ആ നാളിൽ അഥവാ അന്ത്യനാളിൽ, ഹലക്ക അവൻ നശിച്ചത് തന്നെ. വിശാല വിചാരണക്കാർക്കും കഴിയില്ല. കാല ദാലിക്കൽ അർളു യാ ആയിഷ, അത് ചെറിയ ഒരു ഡിസ്പ്ലേ മാത്രമാണ്. വമൻ നുഖിഷൽ ഹിസാബ ഉദ്ദിബ, വിശാല വിചാരണ ആർക്ക് കിട്ടിയാലും ഒരു നശിച്ചു പോകും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, വയൻഖലിബു അവർ മടങ്ങും, ഇലാ അഹ്ലിഹി അവരുടെ അഹ്ലിലേക്ക്, ബന്ധുക്കളിലേക്ക്, മസ്റൂറൻ സന്തോഷവാനായി. യഖൂലു
ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താ? വയൻസ്വരിഫു ഹാദൽ മുഹാസബു ഹിസാബൻ യസീറ. ഈ വിചാരണ നൽകപ്പെടുന്ന ആൾ പിരിഞ്ഞു പോകും, അത് കഴിഞ്ഞിട്ട് അയാൾ റിട്ടേൺ പോകും. ഹാദൽ ഹിസാബു ഹാദൽ മുഹാസബു, ഈ വിചാരണ നടത്തപ്പെട്ട ആൾ, ഹിസാബൻ യസീറ, ഏത് വിചാരണ? ഹ്രസ്വ വിചാരണ. അയാൾ ഇലാഹ്ലിഹി, അവരുടെ ബന്ധുക്കളിലേക്ക്, ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ, മസ്റൂറൻ, സന്തോഷവാനായിട്ട് അയാൾ പിരിഞ്ഞു പോകും. കാരണം അയാളെ വിഷമിപ്പിക്കുന്നില്ല, ബേജാറാക്കുന്നില്ല. എന്നാൽ വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രി, വഅമ്മാമൻ, ഒരാൾ, ഊതിയ, നൽകപ്പെട്ടിരിക്കുന്നു, കിതാബഹു, അദ്ദേഹത്തിന്റെ കിതാബ്, വറാഅ ളഹ്രിഹി, പിന്നിലൂടെ. വറ എന്ന് പറഞ്ഞാൽ പിന്നിൽ, ബഹ്ർ എന്ന് പറഞ്ഞാൽ മുതുക്, ഈ എന്ന് പറഞ്ഞാൽ അയാൾ, അയാളുടെ മുതുകിന്റെ പിന്നിലൂടെ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലൂടെ കിതാബ് നൽകപ്പെട്ട ആൾ. വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രി യുജ്അലു യദുഹു, അദ്ദേഹത്തിന്റെ കഴിയെ ആക്കപ്പെടുന്നു, മിൻ വറാഇ ളഹ്രിഹി, പിന്നിൽ കൈ പിടിച്ചിട്ട് വെച്ചിട്ട് ആ പിന്നിലാണ് കിതാബ് കൊടുക്കുന്നത്. അയാളുടെ ഗതികേട്, അയാളുടെ പ്രയാസത്തിന്റെ അവസ്ഥ എന്താ? ഫയദ്ഉ സുബൂറ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്നു. സൗഫ യദ്ഉ, അദ്ദേഹം വിളിച്ചു പറയും. സൗഫ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ് അവിടെ അർത്ഥം. പിന്നെ ഒരു വിളിച്ചു പറയല എന്നൊക്കെ പറയാം, അതുപോലെ ഒരു പ്രയോഗമാണ്. ഫസൗഫ യുനാദി ബിൽ ഹലാക്ക്, അയാള് നാശമേന്ന് വിളിച്ചു പറയുന്നു. ബഹുവ യഖൂലു, അതിങ്ങനെയാണ്, യഖൂല, പറയലാണ്. വാ സുബൂറ, വാ വൈല, അറബിയിലെ ഒരു പ്രയാസം വിളിച്ചു പറയുന്ന ഒരു ശൈലിയാണ്. ആ അസഹനീയമായ പ്രയാസമുള്ള സമയത്ത് യാന്ത്രികമായി വിളിച്ചു പറയുന്ന ഒരു പറച്ചിലിന്റെ രീതിയാണ്. അതിനെക്കുറിച്ചാണ് യദുഉ സുബൂറ എന്ന് പറയാം. സുബൂർ എന്ന് പറഞ്ഞാൽ നാശം. വാ സുബൂറ, എന്തൊരു നാശാണ് റബ്ബേ എന്നൊക്കെ പറയാം, അതുപോലെ ഒരു പ്രയോഗം. ഫസൗഫ യദ്ഉ സുബൂറ, അല്ലാഹു അത്തരം ശിക്ഷകളിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. വയസ്ലാ സഈറ, വയസ്ലാ സഈറ, ഇവിടെ സ്വാദാണ്, സീനാണ്, ശ്രദ്ധിക്കുക. വയസ്ലാ സഈറ, വയസ്ല, അവർ പ്രവേശിക്കുകയാണ്. ബിമാന അന്നല്ലാഹ യുസ്ലീഹിം, അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. തസ്ലിയത്തൻ, ഒരു പ്രവേശിപ്പിക്കൽ, ബഅദ തസ്ലിയത്തിൻ, തസ്ലിയത്തിന് ശേഷം തസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെയും അവരെ കത്തിക്കുകയാണ്. ഇൻലാജത്തൻ ബഅദ ഇൻലാജത്തിൻ, കത്തിക്കലിന് ശേഷം കത്തിക്കുക. ബിമാന അന്നഹും യസ്ലൗനഹ, അവർ ആ നരകത്തിൽ കടക്കുമ്പോൾ, യരിദൂനഹ, നരകത്തിലേക്ക് അവർ വരും. ഫയഹ്തരിഖൂന ഫീഹാ, നരകത്തിൽ അവർ കരിഞ്ഞു പോകും. അല്ലാഹു കാക്കട്ടെ, മഅദനല്ലാഹ്. വയസ്ലാ സഈറ, അവർ നരകത്തിൽ പ്രവേശിക്കും, അവർ ആ തീയിൽ കത്തിക്കരിഞ്ഞു പോകും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, ഇന്നഹു കാന ഫീ അഹ്ലിഹി, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവിടെ ഫീ അഹ്ലിഹി, അവിടെ എന്ത് ചെയ്യാം? നീട്ടിയിട്ട്, അതായത് തർത്തീലിന്റെ ഓത്ത് ഓതുമ്പോൾ നീട്ടി തന്നെ ഓതുന്നതാണ്. അപ്പോ ഇന്നഹു കാന ഫീ അഹ്ലിഹി, തീർച്ചയായും അദ്ദേഹം, കാന, പണ്ട് ദുനിയാവിൽ ആയിരുന്നു, കാന ഫീ അഹ്ലിഹി ഫിദ്ദുനിയ, ദുനിയാവിൽ അദ്ദേഹം ആയിരുന്നു, കാന ആയിരുന്നു, ഫീ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആൾക്കാരിൽ, ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച്, മസ്റൂറൻ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം ഉണ്ടല്ലോ, ലിമാ ഫീഹി മിൻ ഖിലാഫിഹി അംറല്ലാഹി അംറല്ലാഹി, അദ്ദേഹം ഭയങ്കര തെറ്റൊക്കെ ചെയ്തിങ്ങനെ ആസ്വദിക്കുകയാണ്, എല്ലാ പാടില്ലാത്ത തെറ്റുകളും ചെയ്തിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. മിൻ ഖിലാഫിഹി, അദ്ദേഹം എതിര് ചെയ്യുക, അംറല്ലാഹി, അള്ളാഹുവിന്റെ തീരുമാനം, വ റുകൂബിഹി മആസിയഹു, തെറ്റുകൾ ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ ആസ്വദിക്കുകയാണ്, എല്ലാ തെറ്റും ചെയ്യാണ്, എന്നിട്ട് ഭയങ്കര ഹാപ്പിയാണെന്ന് കരുതുകയാണ്. അങ്ങനെ ആയിരുന്നു. ഇന്നതെല്ലാം അനുഭവിക്കാൻ പോവുകയാണ്. ഇന്നഹു ളന്ന അല്ലൻ യഹൂർ, ഇന്നഹു ളന്ന, അദ്ദേഹം കരുതിയത്, ലന്ന, കരുതി, അല്ലൻ യഹൂർ, അദ്ദേഹം എന്ത് ചെയ്യുകയില്ല, യഹൂറ എന്ന് പറഞ്ഞാൽ മടങ്ങൂല എന്ന് കരുതി, മടങ്ങി അള്ളാഹുവിലേക്ക് എത്തൂല എന്ന് കരുതി. ഇന്ന ഹാദല്ലദീ ഊതിയ കിതാബഹു, ലന്ന കരുതി, അല്ലൻ യഹൂർ, മടങ്ങുകയില്ല. ഇന്ന ഹാദല്ലദീ ഊതിയ കിതാബഹു,
ഈ കിതാബ് നൽകപ്പെട്ട ഈ മനുഷ്യൻ വറാഅ പിന്നിലൂടെ യൗമുൽ ഖിയാമ അന്ത്യനാളിൽ പിന്നിലൂടെ കിതാബ് നൽകപ്പെട്ട മനുഷ്യൻ തന്നെ കരുതിയിരുന്നു ദുനിയാവിൽ അല്ലൈ യർജിഅ ഇലൈന, അള്ളാഹുവിലേക്ക് മടങ്ങുവാനൊന്നുമില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നു. വലൻ യുബ്അസ ബഅദ മമാതിഹി, മരണശേഷം പിന്നൊരു പുനരുജ്ജീവനമൊന്നുമില്ല, പുനരുജ്ജീവിപ്പിക്കലൊന്നുമില്ല. ഫലം യകുൻ യുബാലി, അദ്ദേഹം പരിഗണിക്കാറുണ്ടായിരുന്നില്ല. മാ റക്കിബ മിനൽ മആസിം, തെറ്റുകൾ ചെയ്യുമ്പോ അതൊന്നൊരു വിഷയമല്ല. ലിയന്നഹു ലം യകുൻ യർജു സവാബൻ, പ്രതിഫലം അദ്ദേഹത്തിന് പ്രതീക്ഷയില്ല. വലം യകുൻ യഖ്ശ യുഖാബൻ, ശിക്ഷ അദ്ദേഹത്തിന് പേടിയില്ലായിരുന്നു. ബലാ ലയഹൂറന്ന വലയർജിഅന്ന ഇലാ റബ്ബിഹി, മടങ്ങുക തന്നെ ചെയ്യും എന്ന് മനസ്സിലായല്ലോ. ഹയ്യൻ, ജീവനോടെ, കമാകാന ഖബല മമാതിഹി, മരണത്തിന് മുമ്പുള്ളതുപോലെ ജീവനോടെ മടങ്ങും എന്ന് ഇപ്പോൾ മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക ചിന്തയോടുകൂടെ ജീവിതത്തിൽ നന്മ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉറ്റവർക്കുടയവർക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.